ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. വല്ലാത്തൊരു കിതപ്പോടെയാണ് മാളു തൻ്റെ റൂമിലേക്ക് കയറി വന്നത്. ചുറ്റുമുള്ളതൊന്നും അറിഞ്ഞില്ല എന്നതാണ് സത്യം. റൂമിലേക്ക് കയറിയവൾ വേഗം പോയി ബെഡിൽ കിടന്ന ഫോണെടുത്ത് ഒരു നിമിഷം പോലും കളയാതെ കൊടുവള്ളി എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ കോൾ അമർത്തി. ബെല്ല് പോകുന്നതല്ലാതെ മറുപുറത്തുനിന്ന് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. മാളുവിൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. ബെല്ല് അവസാനിച്ചതല്ലാതെ കോൾ എടുത്തില്ല എന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു വന്നു. ഒട്ടും മടിയില്ലാതെ വീണ്ടും അവൾ കോൾ ചെയ്തു. എന്നാൽ ഇത്തവണ മറു സൈഡിൽ നിന്ന് കോൾ അറ്റൻഡായി. പറയും മാളവിക. അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിലെത്തുമ്പോൾ വിറയിലൂടെ നിന്നുപോയി മാളു. സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്തതുപോലെ. മാളവികക്ക് കേൾക്കുന്നുണ്ടോ? അതിന് മെല്ലെയൊന്ന് മൂളിയവൾ. ഒരു നിമിഷം അർജുനും ഒന്നും മൗനം പാലിച്ചു. ഉയർന്നു കേട്ടിരുന്ന വിശ്വാസങ്ങൾ മാത്രം. മാളവിക എന്തെങ്കിലും പറയാനാണോ വിളിച്ചത്? അതോ നമ്പർ മാറിപ്പോയതാണോ? അർജുൻ നേരിയ സംശയങ്ങളെത്തി ചോദിക്കുമ്പോൾ അത് കേൾക്കിയ മാളുവിന് എന്തെന്നില്ലാതെ ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി. അതേ ദേഷ്യത്തിൽ തന്നെ അവൾ എന്തോ പറയാൻ വന്നതും അർജുൻ പറഞ്ഞു തുടങ്ങി. താൻ ടെൻഷനാകേണ്ട മാളവിക. അർജുൻ ഇനി ഒരു ശല്യവുമായി തൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. താൻ പറഞ്ഞതാണ് ട്രൂത്ത്. നിങ്ങൾക്കിടയിലേക്ക് ക്ഷണമില്ലാതെ വന്നതാണ് ഞാൻ. ഞാൻ തന്നെ മടങ്ങിപ്പോകുന്നു. നീ സന്തോഷമായിട്ടിരിക്കെ. ബായ്. അത്രയും പറഞ്ഞ് മറുസൈഡിലെ കോള് കട്ടാക്കുമ്പോൾ മാളു വല്ലാത്തൊരു ഞെട്ടിലോടെ നിന്നുപോയി. ഒരു വേള അവളുടെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് ഊർന്നു വീണു. മണിക്കൂറുകളോളം അതേ ഇരിപ്പ് തുടരുമ്പോൾ എങ്ങോ ദൃഷ്ടിയൂന്നി നിൽക്കുന്ന കണ്ണുകൾ ചലിക്കുന്നില്ല. പകരം അവ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. എന്തിനാ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി താൻ എൻ്റെ അർജുനെ നോവിച്ചത്? ക്ഷമിച്ചു കൊടുക്കായിരുന്നില്ലേ തനിക്ക്? തൻ്റേതല്ലേ, തൻ്റെ പ്രാണനല്ലേ, പിന്നെ എന്തിനാ താൻ അങ്ങനെ ചെയ്തത്? സ്വന്തം മനസാക്ഷി അവളെ കുറ്റപ്പെടുത്തുമ്പോൾ മൗനമായ വേദനയോടെ ഇരുന്നു. ഇല്ല, തൻ്റെ അർജുനില്ലാതെ തനിക്ക് കഴിയില്ല. അതിന് തെളിവല്ലേ വേദനയോടെ തള്ളി നീക്കി ഈ 6 മാസം. ഈശ്വര, എനിക്ക് തിരിച്ചു തരില്ല എൻ്റെ അർജുനെ. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കില്ല ഞാനിനി. മരണം വരെ ആ ചൂടിൽ കഴിഞ്ഞോളാം. വിതുമ്പുന്ന ചുണ്ടാലം മൗനമായി അവൾ കേഴുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ട പോലെ ആ നിമിഷം തന്നെ അടഞ്ഞു കിടന്ന ആ റൂമിൻ്റെ വാതിൽ തുറന്ന് അർജുൻ അകത്തേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് മാളു ഞെട്ടലോടെയും പിടപ്പോടെയും പെടഞ്ഞ് എഴുന്നേറ്റു. ശേഷം ഒരു നിമിഷം പോലും കളയാതെ ഓടിപ്പോയി ആ നെഞ്ചിലണഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ബാലൻസ് കിട്ടാതെ പിന്നിലേക്ക് ഉപയോഗിച്ച് പോയ അർജുൻ അവളെയും ചേർത്ത് പിടിച്ച് ചുമരിലായി ഇടിച്ചു നിന്നു. മാളവിക. അവളുടെ ആ കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുപോലെ അർജുൻ നേരിയ ആദ്യകാലത്ത് വിളിക്കുമ്പോൾ അവനിൽ നിന്നും അകന്നു മാറാൻ തയ്യാറാകാത്തതുപോലെ അവൻ തന്നെ മുറുകെ പുണർന്നു നിന്നു അവൻ. എനിക്ക് വയ്യ അർജുൻ, നിങ്ങളില്ലാതെ വയ്യ എനിക്ക്. അകറ്റി നിർത്താൻ ശ്രമിക്കും തോറും കൂടുതൽ ആഴത്തിൽ എന്നിൽ നിറയാൻ എന്താ നിങ്ങൾ എന്നിൽ പ്രയോഗിക്കുന്നത്? എന്നെ ഇനി വിട്ട് പോകില്ല അർജുൻ. പോയാൽ പിന്നെ മാളവിക ഉണ്ടാ. ബാക്കി അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അർജുൻ തൻ്റെ ചുണ്ടുകളാൽ അവളുടെ ചുണ്ടുകൾ പുണർന്നു. പിടഞ്ഞു പോയ മാളു ഇരുകൈയും അവൻ്റെ പുറത്തായി അമർന്നു മുറുകി. ആത്മാവ് പകത്തെടുക്കുന്ന പോലുള്ള അത്രയും ഇഴുകിച്ചേർന്ന ചുംബനം. ഒട്ടും വിട്ടുകൊടുക്കാതെ അവളുടെ ആദരങ്ങൾ അവൻ മതിവരാതെ ചുംബിച്ചു. ദീർഘനേരം നീണ്ടുനിന്ന ചുംബനത്തിനൊടുവിൽ ആ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് നിൽക്കുമ്പോൾ മാളു വല്ലാതെ ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ആ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നു. പ്രണയമാണ് മാളവിക അർജുന്. അടങ്ങാത്ത, ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അത്രയും പ്രണയമാണ്. മറ്റെന്തിനേക്കാളും അർജുനെന്ന് വില കൽപ്പിക്കുന്നത് നിനക്കാണ്. അതുപോലെ ദേ ഇവിടെയും നിറഞ്ഞു നിൽക്കുന്നത് ഈ അർജുൻ മാത്രമാണ്. മറ്റാർക്കും സ്ഥാനമില്ലിനിവിടെ. അതാ അകലാൻ നോക്കും തോറും നീ എന്നിലേക്ക് അടുക്കുന്നത്. തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അവനിൽ നിന്നും ആ രൂപത്തിൽ ലഭിക്കുമ്പോൾ മാളു തേങ്ങിക്കൊണ്ടുയർന്ന് വീണ്ടും അവനെ മുറുകെ പുണർന്നു. അർജുൻ മെല്ലെ അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ഇല്ല, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ അർജുനെ വിട്ട് പോകില്ല. ഇത് മാളവികയുടെ ഉറപ്പാ. വാശിയോട് അവനെ കെട്ടിപ്പുറന്നു കൊണ്ടവൾ പറയുമ്പോൾ അർജുൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. അതോടൊപ്പം കൈകൾ അവളിൽ കൂടുതൽ മുറുകി. ആർ യു ഷുവർ മൈ ക്രീപ്പർ? കുസൃതി നിറച്ചുള്ള അവൻ്റെ വാക്കുകളിൽ മാളു ആ അവസ്ഥയിലും മെല്ലെ ചിരിച്ചു പോയി. അതേടോ കൊടുവള്ളി. അതേ കുസൃതി നിറച്ചുകൊണ്ട് തന്നെ അവളും മറുപടി പറയുമ്പോൾ അർജുൻ നിമിഷനേരം കൊണ്ട് അവളെ തൻ്റെ ഇരു കൈയിലുമായി എടുത്തുയർത്തി. മാളു ഞെട്ടലോടെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിന്നത് തീർത്തും പ്രണയം നിറഞ്ഞ വശ്യഭാവമായിരുന്നു. തൻ്റെ ഹൃദയമിടിപ്പ് പോലും ആ നോട്ടത്തിൽ ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈക്കുള്ളിൽ ശരീരം പോലും ഉരുകി ഒലിക്കും പോലെ. എന്നത്തെയും പോലെ കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയ മാളു നേരെ കിച്ചണിലേക്ക് പോയി. ഉമ്മറത്തേക്ക് ഇറങ്ങാത്തത് അച്ഛനെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ കണ്ടു രാവിലത്തേക്കുള്ള പാചകത്തിലാണ് സിന്ധുവും മയവും. ഗുഡ് മോർണിംഗ് അമ്മ. മാളു നിറഞ്ഞ ചിരിയോട് അത് പറഞ്ഞ് അവർക്ക് അടുത്തേക്ക് പോകുമ്പോൾ
സിന്ധു അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി. എന്ത് പറ്റി എൻ്റെ മകൾക്ക്? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ഓ, ഭർത്താവ് ഒഴിഞ്ഞു പോയ സന്തോഷമാവൂലേ? ഞാനതങ്ങ് മറന്നു. സിന്ധു അല്പം പരിഹാസം കലർത്തി അത് പറയുമ്പോൾ മാളു തൻ്റെ അമ്മയെ വല്ലാത്ത രീതിയിലൊന്ന് നോക്കി. ശേഷം ഇവനെ നോക്കുമ്പോൾ അവിടെ സങ്കടമാണ്. ഇതെന്താ ഇങ്ങനെ? ഓഹോ, അപ്പോൾ അർജുൻ മടങ്ങി വന്നത് ഇവിടെ ആരും അറിഞ്ഞില്ലെന്ന് സാരം. ശരിയാക്കി തരാം ഞാൻ. മാളുള്ളാൽ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പലതും കണക്ക് കൂട്ടി. ശേഷം തൻ്റെ അമ്മക്ക് നേരെ തിരിഞ്ഞു. അതെ, അയാൾ പോയ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ. വെറും സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, വളരെയധികം സന്തോഷത്തിൽ തന്നെയാ. വെറുതെ ഓരോന്ന് പറഞ്ഞാൽ മൂടും അമ്മ കളയല്ലേ. മാളവരെ നോക്കി ഒന്ന് ചുണ്ടുകൂട്ടി. നിനക്ക് എങ്ങനെയാ കുഞ്ഞെ? വീണ്ടും സിന്ധു എന്തോ പറഞ്ഞു തുടങ്ങിയത് മാളവരെ കൈ വെച്ച് തടഞ്ഞു. അതെ, എനിക്ക് നല്ലൊരു കോഫി വേണം. തല നല്ല വേദന. അമ്മ മാറിക്കേ, ഞാൻ കോഫി ഉണ്ടാക്കട്ടെ. അത് പറയുന്നതിനൊപ്പം മാളു തൻ്റെ പണിയിലേക്ക് കടന്നു. വേറൊന്നും പറയാൻ നിൽക്കാതെ സിന്ധു പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് കണ്ട് മായി കാണാതെ മാളു നൂറ് ചിരിച്ചു. അർജുൻ ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മാളു അവനായുള്ള കോഫിയും കൊണ്ട് റൂമിലേക്ക് വരുന്നത്. ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് ക്രീപ്പർ. തന്നെ കളിയാക്കി വിളിച്ചതാണെന്ന അറിവിൽ മാളു അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കോഫി കപ്പ് അവനെ നേരെ നീട്ടി. അർജുൻ ഇന്നലെ വന്നിട്ട് ഇവിടെ ആരും കണ്ടില്ലായിരുന്നല്ലേ? ഇല്ല, എന്തേടോ? അവൻ കോഫിയിൽ നിന്നൊരു സിപ്പ് എടുത്തുകൊണ്ട് ചോദിച്ചു. ഏയ്, വെറുതെ. അത് പറയുമ്പോൾ മാളു തൻ്റെ ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ നന്നേ ശ്രമിച്ചു. ശേഷം അർജുനെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങും മുന്നേ അവളുടെ കയ്യിലായി അവൻ്റെ പിടി വീണിരുന്നു. എന്താ അർജുൻ? മാളു നേരിയ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചോദിക്കുമ്പോൾ അർജുൻ അതിന് മറുപടി പറയാതെ അവളെ മെല്ലെ തന്നിലേക്ക് ചേർത്തു. മാളവൻ്റെ നെഞ്ചിലായി തന്നെ ഒതുങ്ങി നിന്നു. നമുക്കിന്ന് ഇവിടേക്കൊന്ന് കറങ്ങിയാലും മാളവിക. ഈ സിറ്റി ലൈഫ്, ഷൂട്ടിങ്, പബ്ബ്, നൈറ്റ് പാർട്ടി ഒക്കെ ഭയങ്കര ബോറായി തുടങ്ങി. സോ എല്ലാത്തിൽ നിന്നൊരു ചേഞ്ച്. എന്തു പറയുന്നു? അവൻ പുരികമുയർത്തി സീരിയസ് ഭാവത്തിൽ ചോദിക്കുമ്പോൾ മാളൊരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഓക്കെ, അർജുനെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലം ഇവിടെ ഉണ്ട്. ഈവനിങ്ങിൽ നമുക്ക് അവിടെ പോകാം. അർജുൻ എന്തായാലും ഇഷ്ടാകും. ഓക്കെ, സെറ്റ്. അവനും തന്നെ സമ്മതം അറിയിച്ചു. എന്നാൽ ഇപ്പം താഴേക്ക് പോയി ഫുഡ് കഴിക്കാം, വായോ. മാളു അതും പറഞ്ഞ് അവനിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ അർജുൻ കയ്യിലിരുന്ന് കോഫി കപ്പ് അടുത്ത ടേബിളിൽ വെച്ച ശേഷം ഇരു കൈയാലും അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. അർജുൻ. അവൾ നേരിയ പിടപ്പോടെ അവനെ നോക്കി. തലേന്ന് രാത്രിയേക്കാൾ കുസൃതിയായിരുന്നു ഇന്ന് ആ കണ്ണുകളിൽ നിന്ന് അവൾ ഓർത്തുപോയി. അതോടൊപ്പം എന്തൊക്കെയോ ഓർമ്മകൾ കൂടെ എരിച്ചെത്തുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം വന്ന് നിറഞ്ഞു. മാളവിക. അത്രയും പതിഞ്ഞ ശബ്ദത്തിനൊട്ടും ശബ്ദമില്ലാത്ത രീതിയിലായിരുന്നു അവളുടെ മോണിൽ. നമുക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തനിക്ക് ഇനിയും ടൈം ആവശ്യമുണ്ടോ? അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് അവനത് ചോദിക്കുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചതുപോലെ അവളുടെ പരവേശം കൂടി. അർജുനത് മനസ്സിലാവുകയും ചെയ്തു. നേർമയിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവൻ. ഈ ടെൻഷനൊന്നും വേണ്ടിടും. തനിക്ക് ആവശ്യമുള്ള ടൈം തരാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഇപ്പം ഇത് ചോദിച്ചതിൻ്റെ കാര്യം എന്തോ നിന്നെ കൂടുതൽ അറിയാൻ തോന്നുന്നു. മനസ്സിനൊപ്പം ശരീരം കൂടെ ഒന്നാകുമ്പോൾ നമുക്ക് ഇനിയൊരു വേർപിരിവ് ഉണ്ടാവില്ലെന്നൊരു തോന്നൽ. അല്പം അടിയോടെയാണ് അർജുനത് പറഞ്ഞതെങ്കിലും അതിൽ കൂടുതലായി നിറഞ്ഞു നിന്നത് അവൾ അറിയാനുള്ള ആഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ മാളു എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിന്നുപോയി. ഈ മൂവീസിലൊക്കെ ഒരുപാട് ഇൻറ്റിമേറ്റ് സീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തിനേറെ ബെഡ്റൂം സീന്, ഫസ്റ്റ് നൈറ്റ് സീന്, അങ്ങനെ ഒരുപാട്. ഒരു കള്ളച്ചിരിയോട് അവളിൽ നിന്നും മുഖം മാറ്റി അർജുനത് പറയുമ്പോൾ മാളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി. ഫസ്റ്റ് നൈറ്റ് സീനോ? മാള് പോലും പ്രതീക്ഷിക്കാതെ അല്പം ഉച്ചത്തിൽ തന്നെ അത് ചോദിച്ചു പോയി. യെസ്, റിയലി. വാട്ട് ദിസ് പ്രോബ്ലം നൗ? ഇതൊക്കെ ജസ്റ്റ് ആക്ടിങ് അല്ലേ? അപ്പം അതിൻ്റെതായ സെൻസിലെടുത്താൽ മതി. അർജുൻ വളരെ കൂളായി പറയുമ്പോൾ മാളവിനെന്തോ അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അത് അവളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നൈറ്റ് സീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ പേഴ്സണല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? മാള് താല്പര്യമില്ലാത്ത രീതിയിലാണെങ്കിലും അറിയാനുള്ള തീവ്രതയിൽ തന്നെ ചോദിച്ചു. അത് കേട്ട് അർജുന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഉറക്കെയുള്ള ആ ചിരി കേൾക്കെ മാളവനെ ദേഷ്യത്തിൽ തുറപ്പിച്ച് നോക്കി. ഇത്ര കിണിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്കിത് കേൾക്കുകയും വേണ്ട പോരെ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൾ വെട്ടിത്തിരിഞ്ഞ് നടക്കും മുന്നേ അർജുൻ അവളെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അരയിലൂടെ കൈയിട്ട് തൂക്കിയെടുത്തു. ഏയ്, എന്തേ കാണിക്കുന്നത്? എന്നെ വീടിടൂ. അവളവൻ്റെ കയ്യിൽ കിടന്ന് നന്നേ കുതറി. എന്നാൽ അർജുൻ അവളെ കൂടുതൽ ശക്തമായി തന്നെ പിടിച്ചിരുന്നു. അർജുൻ അവളെ ബെഡിലേക്ക് എടുത്തിട്ട് കൊണ്ട് അവളുടെ മുകളിലായി സ്ഥാനം പിടിച്ചു. അതോടൊപ്പം അവളുടെ ഇരു കൈകളും പിടിച്ച് മുകളിലേക്ക് ലോക്ക് ചെയ്തു വെച്ചു. പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ നന്ദി ഒന്ന് പതറിയെങ്കിലും അതിന് മുകളിൽ ദേഷ്യത്തിൻ്റെ മുഖംമൂടി എടുത്ത് അണിഞ്ഞു.
മര്യാദയ്ക്ക് എന്നെ വിടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചു പോവും. തന്നെ ബലമായി പീഡിപ്പിക്കാൻ നോക്കുവാണെന്ന്. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വരും. ഒടുവിൽ ഫിലിം സ്റ്റാറിന്റെ സകല ഇമേജ് പോയി കിട്ടും. എന്താ അത് വേണോ? അവനെ ഭീഷണിപ്പെടുത്തും പോലെ മാള് പൂജ്യത്തിൽ ചുണ്ടുകൂട്ടി പറയുമ്പോൾ അർജുൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. എന്തായാലും എൻ്റെ ഇമേജ് പോകും. അപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം കൂടെ നടത്തി എഴുതിട്ടേ ബാക്കി കാര്യം. അത് പറയുന്നതിനൊപ്പം അർജുൻ മാളുവിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. മാളുവാണെങ്കിൽ തൻ്റെ പണി പാളിയെന്ന ദയനീയതയിലാണ്. അർജുൻ വേണ്ട, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്. പ്ലീസ് അർജുൻ, എന്നൊന്ന് വിട്. തന്നിലേക്ക് അടുത്ത് വരുന്ന അവൻ്റെ മുഖം കാണുക വെപ്രാളവും പിടപ്പും ഒരുപോലെ നിറഞ്ഞു അവളി. സോറി മാളവിക, ഐ ആം വെരി സീരിയസ്. ഗൗരവമാർന്ന മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അർജുൻ അവളുടെ ഇടങ്കഴുത്തിൽ മുഖം അടുപ്പിച്ചു. ആ നിമിഷം തന്നെ മാളു തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു. എന്നാൽ നിമിഷ നേരം കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് യാതൊരു നീക്കവും കാണാതെ ആയതും മാളു മെല്ലെ ഒറ്റക്കണ്ണ് മാത്രം തുറന്നു നോക്കി. തന്നെ നോക്കി ചിരിയോടെ കിടക്കുന്നവനെ കണ്ട് മാളു കാറ്റടിച്ചു വിട്ട് പട്ടം പോലെയായി. എന്ത് പറ്റി വൈപ്പി? എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ നീ? ഇരുപുരികവും ഉയർത്തിയും താഴ്ത്തിയും ചിരി അമർത്തിക്കൊണ്ട് അർജുൻ ചോദിക്കുമ്പോൾ മാളു അയ്യേ എന്ന ഭാവത്തിലായിരുന്നു. എന്നാൽ ഉടനടി അവളത് തൻ്റെ ഉള്ളിൽ തന്നെ മറച്ചു പിടിച്ചു. കൂടുതൽ ഡയലോഗ് അടിക്കാതെ മാറി നിൽക്കാൻ അങ്ങോട്ട്. നിങ്ങൾക്കൂടെ ഇതൊന്നും പറ്റില്ല. ആദ്യം മുറക്കുകയും അവസാനം ശബ്ദം താഴ്ത്തിയും അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലായി കൈയമർത്തി അവനെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. എന്നാൽ അതേ വേഗത്തിൽ തന്നെ അർജുൻ അവളെ വലിച്ച് ബെഡിലേക്ക് പിടിച്ചിട്ട് കൊണ്ട് ആ കഴുത്തിൽ തൻ്റെ മുഖം അമർത്തി വെച്ചു. ശരീരമാകെ അനുഭവപ്പെട്ട തരിപ്പിലും വിറയിലും മാളുവിൻ്റെ കൈകൾ ബെഡിൽ മുറുകി. അർജുൻ്റെ ചുണ്ടുകൾ അവിടെ മെല്ലെ ഒന്ന് അമരുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ മെല്ലെ കൂമ്പിയടഞ്ഞു പോയി. ഇഴഞ്ഞു നീങ്ങുന്ന ചുണ്ടുകളുടെ ചൂടിൽ മെല്ലെ അവൾ കുതിറുമ്പോൾ അർജുൻ്റെ കൈകൾ അവിടെ ഇടുപ്പിലും തോളിലുമായി ആഴത്തിൽ അമർന്നു. അതോടൊപ്പം ചുണ്ടുകൾ അവളുടെ കഴുത്തിലാകെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും അവളുടെ ധാവണിക്കുള്ളിലേക്ക് അവൻ്റെ വിരലുകൾ തെന്നി നീങ്ങുമ്പോൾ മാളു പിടഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പോയി. പുറത്തെ ചൂടിനേക്കാളും കൊടിയ ചൂട് അനുഭവപ്പെട്ടത് ആ ഇരു ശരീരങ്ങൾക്കുമായിരുന്നു. അത്രമേൽ ഇറുകിച്ചേർന്ന് പോയി അവരിരുവരും. ഇടുപ്പിൽ നിന്നും അവൻ്റെ കൈകൾ മുകളിലേക്ക് മാറി അമരുമ്പോൾ മാളുവിലൊരു ഞെട്ടലുയർന്നു. അതവിടെ കൂടുതൽ മുറുകും മുന്നേ മാളു അർജുൻ അല്പം ശക്തമായി തന്നെ തള്ളി മാറ്റി. പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ അർജുൻ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് കണ്ണുകൾ തനിക്ക് കീഴെ കിടക്കുന്നവളിലേക്ക് ചലിപ്പിച്ചു. ആകെ വെപ്പഴാണ് ആ മുഖത്ത്. ഇരുകഴുത്തിലും തെളിഞ്ഞു കിടക്കുന്ന തൻ്റെ പല്ലിൻ്റെ പാടും ഉമിനീര് കൊണ്ടും അവളാകെ ചുവന്നിട്ടുണ്ട്. വീണ്ടും കണ്ണുകൾ തെന്നി നീങ്ങുമ്പോൾ അർജുൻ കണ്ടു അനാവൃതമായ അവളുടെ അണിവയറ്. ഒരു വേള അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. തന്നിലേക്ക് കള്ളച്ചിരിയോട് അടുത്ത് വരുന്ന അർജുനെ കണ്ട് മാള് കണ്ണും പിടിച്ച് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു നിർത്തി. അതെ, എന്താ? അല്ല മാളുസേ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കൂടെ ആയാലോ? ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യടി. അർജുൻ വല്ലാത്തൊരു രീതിയിൽ അത് പറയുമ്പോൾ മാളുവിൻ്റെ ശ്രദ്ധ പോയത് അവൻ്റെ വാക്കുകളിലായിരുന്നില്ല, മറിച്ച് അവൻ്റെ കണ്ണുകൾ പോകുന്നിടത്തേക്കായിരുന്നു. ഒരു വേള ഞെട്ടി വിറച്ചു പോകും. പിടപ്പോടെ വേഗം കൈയെഴുതി ഡ്രസ്സ് നേരിടാൻ ശ്രമിക്കും മുന്നേ അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. മാളു ഞെട്ടലോട് അവനെ നോക്കി. അർജുൻ തൻ്റെ വലത് കൈയാൽ അവളുടെ ഇരു കൈയും കോർത്ത് പിടിച്ച് സൈഡിലേക്ക് മാറ്റി. ശേഷം മറുകൈയാൽ അവളുടെ അരയിലൊന്ന് തലോടി. മാളുവിൻ്റെ ശരീരം ഒന്ന് വിറക്കുന്നതിനൊപ്പം തൻ്റെ വയർ അവൾ ഉള്ളിലേക്കൊന്ന് വലിച്ചു പിടിച്ചു. ഇറ്റ്സ് എ ക്രാസി മാളവിക. കണ്ണിന് പോലും ഭ്രാന്ത് പടർത്തുന്ന കാഴ്ചയാണിത്. എനിക്ക് അവകാശപ്പെടുന്നത് എന്നിൽ നിന്നും മറച്ചു പിടിക്കേണ്ട റൈറ്റ്സ് ഇല്ല നിനക്ക്. അത് പറയുമ്പോഴുള്ള അർജുൻ്റെ ഭാവമാനത്തിലായിരുന്നു മാളുവിൻ്റെ ഉള്ളം കിടങ്ങി കിടന്നത്. ഇതുവരെ കാണാത്ത മറ്റൊരു ഭാവം. അവൻ്റെ കൈകൾ അവിടെ അമർത്തി തലോടുമ്പോൾ മാളുവിൻ്റെ ശ്വാസമെടുപ്പ് ഉയർന്നു പോകുന്നത് പോലെ ശരീരമാകെ കുഴഞ്ഞു പോകുന്നു. അർജുൻ. ഇടർച്ചയോടെ മുറിഞ്ഞുപോയി അവളുടെ വാക്കുകൾ. അർജുൻ തൻ്റെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വേഗം അവളിൽ നിന്ന് അകന്നു മാറി. എഴുന്നേൽക്കടൂ. അർജുൻ അവളെയും മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മാളു വേഗം തൻ്റെ ഡ്രസ്സ് നേരെ പിടിച്ചിട്ട് കൊണ്ട് അവൻ്റെ അടുത്തായി എഴുന്നേറ്റിരുന്നു. എന്താ മാളവിക, തൻ്റെ മുഖാകെ മാറിയല്ലോ. എന്തേ, പേടിച്ചോ താൻ? അവളുടെ മുഖത്ത് നേരിയ സംശയം കലർന്ന ടെൻഷനും കണ്ട് അർജുൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ പെട്ടെന്ന് അർജുൻ്റെ മാറ്റം കണ്ട് ഞാൻ ആകെ എന്ത് പറയണമെന്ന് അറിയാതെ തടഞ്ഞുകൊണ്ട് അത്രയും പറയുമ്പോൾ എന്തെന്നില്ലാത്ത എന്നാൽ വല്ലാത്തൊരു പരിഭ്രമം കലർന്നിരുന്നു അവളുടെ ഉള്ളിൽ. കാര്യാക്കണ്ട, ഇനിയിപ്പോൾ ശീലായിക്കോളും. ചേർത്ത് പിടിച്ച തോളിൽ കയ്യമർത്തി അത് പറയുന്നതിനൊപ്പം അർജുൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ കൂടെ ഒന്ന് അമർന്നു. പെട്ടെന്ന് മാളവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി.